Hi guys, welcome back to my 7 days aloe vera skincare routine. അപ്പോൾ ഇന്ന് ഡേ 7 ആണ്, ദ ലാസ്റ്റ് ഡേ. സോ നമ്മൾ ഇന്ന് റൂട്ടീൻ ഫിനിഷ് ചെയ്യുന്നത് ഒരു ഫുൾ ഗ്ലോ പാക്ക് യൂസ് ചെയ്തിട്ടാണ്. ദിസ് പാക്ക് ഈസ് വെരി സിമ്പിൾ, നാച്ചുറൽ ആൻഡ് സ്കിന്നിന് ഒരു നല്ല ഗ്ലോ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഒരുപാട് ഡിലേ ആക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ആലോവേര ഫ്രഷ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജെല്ല് മേടിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ എടുത്തേക്കുന്നത് ധാത്രിയുടെ ആലോവേര ജെല്ലാണ്. നമ്മുടെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രഷ് ആലോവേര കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൂട്ടീൻ ഫിനിഷും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വേണ്ടത് ടേമറിക് പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ജോമറിക്കിൻ്റെ കസ്തൂരി ടേമറിക് പൗഡറാണ്. നിങ്ങൾക്ക് ഏത് ടേമറിക് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ലാസ്റ്റായി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഗുലാബരിയുടെ റോസ് വാട്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുൾ ഗ്ലോ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫ്രഷ് അലോവേര ജെല്ല് വെച്ചിട്ടായിരുന്നു ഈ ഒരു റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ I would also like to end this routine by using fresh aloe vera gel only. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്രഷ് അലോവേര ഇല്ലെങ്കിൽ ഇതുപോലെ ജെല്ല് മേടിച്ചാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഈ എടുത്തിരിക്കുന്ന 3 പ്രൊഡക്ട്സിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അലോവേരയെ കുറിച്ച് അറിയാലോ, സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും കാം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ടേമറിക് സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാനും ഡൾനെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് റോസ് വാട്ടർ. റോസ് വാട്ടർ സ്കിന്ന് റീഫ്രഷ് ചെയ്യാനും പിന്നെ സൂതിങ് ഫീൽ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആലോവേര ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം. Let's also add some rose water onto it. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്കൊരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. സോ യെസ്, ഞാനൊരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വാഷ് ഔട്ട് ചെയ്തു. ഇത് ഹാർഷ് കെമിക്കലൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടൊരു നാച്ചുറൽ ഗ്ലോ പാക്ക് ആയിരുന്നു. സോ ഇതോടെ നമ്മളുടെ 7 days ആലോവേര സ്കിൻ കെയർ റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്തു. റിമെമ്പർ, കോൺസിസ്റ്റൻസി ആണ് സ്കിൻ കെയറിൽ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.
സിമ്പിൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ റെഗുലർ ബേസിൽ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നൊക്കെ സ്ലോലി അത് ഹീൽ ചെയ്യും, ഇംപ്രൂവ് ആവും. സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് അവർ 7 days ജേർണി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് കീപ് ഗ്ലോയിങ്. ബൈ.